എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിഷ. ആർട്ട് ഓഫ് നിഷയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വരയ്ക്കുന്നത് കൃഷ്ണന് ഏറെ പ്രിയപ്പെട്ട രാധയുടെ ചിത്രമാണ്. രാധയ്ക്കും കൃഷ്ണനും ഇടയിലുള്ള സന്ദേശങ്ങൾ കൈമാറിയിരുന്ന ശുഗ എന്ന പേരുള്ള തത്തയും ഈ ചിത്രത്തിലുണ്ട്. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണം. എന്റെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ കമന്റുകൾ താഴെ രേഖപ്പെടുത്തുകയും വേണം. ഇനി ഇന്നത്തെ ചിത്രത്തിന് പിന്നിലുള്ള കഥ പറയാം. ഹൈന്ദവ പുരാണങ്ങൾ പ്രകാരം പരാശക്തിയിൽ നിന്നും ആവിർഭവിച്ച പഞ്ചദേവിമാരിൽ ഒരാളാണ് രാധ അഥവാ രാധാദേവി. യാദവ മുഖ്യനും ബർസാനയുടെ മുഖ്യനുമായ വൃഷഭാനുവിന്റെയും കീർത്തിയുടെയും മകളാണ് രാധ. ശ്രേഷ്ഠയും സർവ സൗഭാഗ്യങ്ങൾ തികഞ്ഞവളും പരമസുന്ദരിയും സനാതനയും പരമാനന്ദ സ്വരൂപിണിയും ധന്യയും മാന്യയുമാണ് സാക്ഷാൽ രാധാദേവി. ശ്രീകൃഷ്ണ ഭഗവാന്റെ ബാല്യകാല സഖിയും പ്രണയിനിയും ഭാര്യയും ഗോപികാവേഷധാരിണിയുമായ രാധാദേവി ആത്മസ്വരൂപിണിയാണ്. ഹൈന്ദവ വിശ്വാസപ്രകാരം ആത്മാർത്ഥ പ്രണയത്തിന്റെ ദേവിയാണ് രാധ. രാധയെ ആരാധിച്ചാൽ നല്ല പ്രണയം ലഭിക്കുമെന്നും വിശ്വാസമുണ്ട്. ഹിന്ദുമത വിശ്വാസങ്ങളിൽ പ്രത്യേകിച്ച് വൈഷ്ണവ മതത്തിൽ ഏറെ പ്രാധാന്യമുള്ള ദേവിയാണ് രാധ. എല്ലാ ഗോപികമാരുടെയും മുഖ്യയായിരുന്നു രാധ. ശ്രീകൃഷ്ണനിൽ സ്വയം സമർപ്പിച്ച ഭക്തിയുടെ പ്രതീകമാണ് രാധ. രാധയുടെ ജന്മദിനമായ ശുക്ലപക്ഷ അഷ്ടമി രാധാഷ്ടമിയായി ആഘോഷിക്കപ്പെടുന്നു. രാധയുടെ ജനനത്തെക്കുറിച്ചുള്ള ഒരു വിശ്വാസം ഇങ്ങനെയാണ്. ഒരിക്കൽ യമുനയിൽ സ്നാനത്തിനായി പോയ വൃഷഭാനു സ്വർണ്ണ നിറത്തിൽ ചുറ്റിലും പ്രകാശം പരക്കുന്ന ഒരു താമര കാണാനിടയായി. അദ്ദേഹം നീന്തി അതിനടുത്തെത്തവേ ആ താമരയ്ക്കുള്ളിൽ 1000 സൂര്യന്മാർ ഒരുമിച്ചെത്തിയത് പോലെയുള്ള പ്രകാശവും അതിനൊത്ത അതീവ സുന്ദരിയും തേജസ്വിയുമായ ഒരു പെൺകുഞ്ഞിനെയും കാണാനിടയായി. അദ്ദേഹവും ഭാര്യയും ആ പെൺകുഞ്ഞിനെ സ്വന്തം മകളായി വളർത്തി. രാധയെയാണ് ആ താമരപ്പൂവിനുള്ളിൽ നിന്നും വൃഷഭാനുവിനും കീർത്തിക്കും ലഭിച്ചതെന്നാണ് പറയപ്പെടുന്നത്. രാധയുടെ ജനനത്തെക്കുറിച്ചുള്ള വേറെയും വിശ്വാസങ്ങൾ പുരാണങ്ങളിൽ പറയുന്നുണ്ട്. സമയപരിമിതി മൂലം അതെല്ലാം ഞാനിവിടെ പരാമർശിക്കുന്നില്ല. രാധയ്ക്ക് കൃഷ്ണനേക്കാൾ 12 മാസം പ്രായം കൂടുതലാണ് എന്നും അതല്ല 6-7 വയസ്സ് കൂടുതലാണ് എന്നും പറയപ്പെടുന്നു. ജനിച്ച് 1 വർഷത്തിന് ശേഷമാണ് രാധ കണ്ണുകൾ തുറന്നത്. ശ്രീകൃഷ്ണന്റെ ദിവ്യ പ്രണയിനി ആയതിനാൽ അദ്ദേഹത്തിന്റെ മുഖം ദർശിക്കുന്നത് വരെ രാധ കണ്ണു തുറന്നില്ല എന്നും ഇക്കാരണത്താൽ വൃഷഭാനുവും ഭാര്യ കീർത്തിയും രാധ അന്ധയാണെന്ന് കരുതി ഏറെ വ്യാകുലരായി എന്നും പുരാണങ്ങളിൽ പറയപ്പെടുന്നു. യശോദയ്ക്ക് ഒരു ആൺകുട്ടിയാണ് ഉണ്ടായത് എന്ന വാർത്ത ഒരു ദൂതൻ മുഖാന്തരം അറിഞ്ഞ വൃഷഭാനു ആ കുട്ടിയെ കാണാൻ ഭാര്യ കീർത്തിയോടൊപ്പം നന്ദഗൃഹത്തിലേക്ക് പോയപ്പോൾ രാധയെയും കൂടെ കൂട്ടി. അന്ന് വരെ കണ്ണു തുറക്കാതിരുന്ന രാധ കണ്ണന്റെ ശയ്യാഗൃഹത്തിൽ കൃഷ്ണനോടൊപ്പം കിടത്തിയപ്പോൾ ആദ്യമായി കണ്ണു തുറന്നു. അവൾ ആദ്യം കാണുന്നത് ശിശുവായ കണ്ണനെ ആണെന്നാണ് പറയപ്പെടുന്നത്. ഏറ്റവും അനുഗ്രഹീത സ്ഥലമായും രാധാറാണിയുടെ ഹൃദയമായും കരുതപ്പെട്ടിരുന്ന വൃന്ദാവനത്തിലാണ് കൃഷ്ണന്റെയും രാധയുടെയും പ്രണയം പൂവിട്ടത്. ഒരു രാത്രി വൃന്ദാവനത്തിലെ ഗോപികമാർ കൃഷ്ണന്റെ പുല്ലാങ്കുഴൽ ശബ്ദം കേട്ട് അവരവരുടെ വീടുകളിൽ നിന്നും പുറത്തിറങ്ങുകയും രാത്രി മുഴുവൻ കൃഷ്ണനോടൊപ്പം നൃത്തം ചെയ്യുകയും ചെയ്തു. ഈ പുരാണ കഥയാണ് രാസലീല എന്ന നൃത്താവിഷ്കാരത്തിന് നിദാനമായത്. കൃഷ്ണഭക്തി പാരമ്പര്യങ്ങളിൽപ്പെട്ട വിനോദങ്ങളിൽ ഏറ്റവും ആകർഷകവുമായ ഒന്നാണ് രാസലീല. രാധാകൃഷ്ണന്മാരുടെ ഇടയിലുള്ള സന്ദേശങ്ങൾ പ്രധാനമായും കൈമാറിയിരുന്നത് ശുഗ എന്ന പേരുള്ള തത്തയായിരുന്നു. ശുഗ കൃഷ്ണന്റെ സന്ദേശവുമായി രാധയുടെ അടുത്തേക്ക് വരുന്നതാണ് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. രാധാദേവിക്ക് അത്രമേൽ പ്രിയപ്പെട്ടതായിരുന്നു ശുഗ. രാധാദേവിയുടെ അവസാന ശ്വാസം വരെ
ശുഗ കൂടെ ഉണ്ടായിരുന്നു. ദേവി ഭൂലോകവാസം വെടിയുന്ന സമയത്ത് ശുഗ ചിറകിട്ടടിച്ച് പരിഭ്രാന്തിയോടെ പറക്കുകയായിരുന്നു. അപ്പോൾ രാധാദേവി ശുഗയോട് പറഞ്ഞു, നിനക്കിപ്പോൾ എൻ്റെ കൂടെ വരാൻ കഴിയില്ല. നിനക്ക് കണ്ണന്റെ ലീലകൾ ഈ ഭൂവാസികളിലേക്ക് എത്തിക്കാനുണ്ട്. അങ്ങനെ ശുഗ എന്ന തത്ത പിന്നീട് വ്യാസമുനിയുടെ മകനായി ശുഗൻ എന്ന പേരിൽ ജന്മമെടുത്തു എന്നും പുരാണങ്ങളിൽ പറയപ്പെടുന്നു. ഭഗവാൻ കൃഷ്ണന് രാധയോട് ശുദ്ധമായ പ്രണയമായിരുന്നു. ലക്ഷ്മി ദേവിയുടെ അവതാരമായ രാധ വൃന്ദാവനത്തിൽ കൃഷ്ണന്റെ ഓടക്കുഴൽ നാദം കേൾക്കുമ്പോൾ തന്നെ എല്ലാം മറന്ന് നൃത്തം ചെയ്യും. കൃഷ്ണന്റെ തൃപ്പാദങ്ങളിൽ വീഴാൻ കാത്തുനിന്ന ഒരുപാട് ഗോപികമാരുണ്ടായിരുന്നു വൃന്ദാവനത്തിൽ. എന്നാൽ എല്ലാവരെക്കാളും കൃഷ്ണൻ പ്രാധാന്യം കൊടുത്തത് രാധയ്ക്കായിരുന്നു. രാധയുടെ സ്നേഹത്തിന്റെ ശക്തിയാണ് ഇതിലൂടെ പ്രകടമാകുന്നത്. വൃന്ദാവനം വിട്ട് കണ്ണൻ പോകുമ്പോൾ രാധ ഉൾപ്പെടെ തനിക്ക് പ്രിയപ്പെട്ട എല്ലാത്തിനെയും ഉപേക്ഷിച്ചു പോവുകയാണെന്ന് ബോധ്യമുണ്ടായിട്ടും തന്റെ കടമകൾ നിർവഹിക്കാൻ ഭഗവാൻ പോയി. എന്നിട്ടും അവരുടെ സ്നേഹത്തിന് യാതൊരു കോട്ടവും സംഭവിച്ചില്ല. അതുപോലെ അകന്നു പോകുന്തോറും ഇല്ലാതാകുന്നതല്ല സ്നേഹമെന്ന് മനസ്സിലാക്കണമെന്നാണ് രാധാകൃഷ്ണ സ്നേഹം നമ്മെ പഠിപ്പിക്കുന്നത്. രാധയെക്കുറിച്ച് ഒരുപാട് കഥകൾ പുരാണങ്ങളിൽ പരാമർശിക്കുന്നുണ്ട്. അവയിൽ വളരെ കുറച്ച് മാത്രമാണ് ഞാനിവിടെ പറഞ്ഞത്. കാരണം രാധയുടെ കഥകൾ മുഴുവൻ പറഞ്ഞു തീർക്കാൻ മണിക്കൂറുകൾ വേണ്ടിവരും. ഈ ചിത്രം വരയ്ക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന നിറങ്ങൾ ഏതൊക്കെയാണ് എന്ന് സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. മ്യൂറൽ പെയിന്റിങ്ങുകൾക്ക് നിറങ്ങൾ ഉപയോഗിക്കുന്ന രീതി ഏറെക്കുറെ ഒരേപോലെയാണ്. അത് വിശദമായി തിരുമാന്താംകുന്നിലമ്മയുടെ പെയിന്റിംഗ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. കളറിങ്ങിനെ കുറിച്ച് വിശദമായി അറിയാൻ ആ വീഡിയോ കാണുക. അതിൽ നിന്നും വ്യത്യാസമായി ഈ പെയിന്റിങ്ങിൽ സ്കിൻ ടോൺ വേറെ നിറമാണ് കൊടുത്തിരിക്കുന്നത്. അത് പോർട്രേറ്റ് പിങ്ക് എന്ന നിറത്തിൽ അല്പം കാഡ്മിയം റെഡ് കൂടി ചേർത്ത് നിറമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വസ്ത്രങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്ന ബ്ലൂ കിട്ടാൻ വേണ്ടി താലോ ടർക്കിഷിൽ കുറച്ച് അക്വാ ഗ്രീൻ ചേർത്ത നിറമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിറങ്ങളുടെ ട്യൂബ് സ്ക്രീനിൽ കാണിക്കുന്നത് ശ്രദ്ധിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു. തത്തയ്ക്ക് ഉപയോഗിച്ചിരിക്കുന്നത് കാഡ്മിയൻ ഗ്രീൻ പെയിൽ എന്ന നിറത്തിൽ കുറച്ച് വിരിഡിയൻ ഹ്യൂ ചേർത്ത നിറമാണ്. ബാക്കിയുള്ള നിറങ്ങൾ മുൻപ് പറഞ്ഞതുപോലെ സ്ഥിരമായി ഉപയോഗിക്കുന്ന നിറങ്ങൾ തന്നെയാണ്. എൻ്റെ കഴിഞ്ഞ വീഡിയോ തിരുമാന്താംകുന്ന് ഭഗവതി പെയിന്റിംഗ് നിങ്ങളെല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. കാണാത്തവർ ഉണ്ടെങ്കിൽ അത് ഇന്ന് തന്നെ കാണണം. ലിങ്ക് ഞാൻ ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്. ഭഗവതിയുടെ പെയിന്റിംഗ് പരമാവധി ഡീറ്റെയിൽ ആയി തന്നെ കാണിച്ചിട്ടുണ്ട്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മെത്തേഡ് ആയതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വരയ്ക്കാൻ പ്രയോജനപ്പെടും. മറ്റൊരു കാര്യം പറയാനുള്ളത്, നിങ്ങളിൽ കുറേ പേർ എൻ്റെ പെയിന്റിങ്ങിൻ്റെ സ്കെച്ച് ആവശ്യപ്പെടാറുണ്ട്. അതിനെക്കുറിച്ചാണ്. ഞാൻ വരയ്ക്കുന്ന ചിത്രത്തിന്റെ സ്കെച്ച് ഗൂഗിളിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് അതേപടി അല്ല വരയ്ക്കുന്നത്. വരയ്ക്കേണ്ട ചിത്രത്തിന് ആവശ്യമായ റെഫറൻസ് ഗൂഗിളിൽ നിന്നും എടുത്ത ശേഷം എനിക്ക് വേണ്ടതായിട്ടുള്ള ഒരു ചിത്രം സ്വയം സ്കെച്ച് ചെയ്ത് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ വരയ്ക്കുന്ന ചിത്രങ്ങളുടെ അതേ സ്കെച്ച് നിങ്ങൾക്ക് ഗൂഗിളിൽ നിന്ന് ലഭിക്കില്ല. അതാണ് സ്കെച്ചിന്റെ ലിങ്ക് നിങ്ങൾക്ക് തരാൻ സാധിക്കാത്തത്. സ്കെച്ചിന്റെ ചിത്രം വീഡിയോയിൽ വ്യക്തമായി കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അത് നോക്കി വരയ്ക്കാവുന്നതാണ്. അല്ലെങ്കിൽ വീഡിയോയിൽ നിന്നും ഒരു സ്ക്രീൻഷോട്ട് എടുത്ത ശേഷം അത് നോക്കി വരയ്ക്കാവുന്നതാണ്. ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്.
നിങ്ങൾക്ക് എല്ലാവർക്കും കൃഷ്ണന്റെ പ്രിയപ്പെട്ട രാധയെയും രാധയുടെ ശുഗയെയും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. സ്റ്റേ ട്യൂൺ, സ്റ്റേ സേഫ്, സ്റ്റേ ഹാപ്പി. താങ്ക് യു.